അധ്യാപകൻ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സാവദിനെ അറസ്റ്റ് ചെയ്ത എൻ.ഐ.എ. കണ്ണൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. പെരുമ്പാവൂർ ഓടക്കാലി സ്വദേശിയായ സാവദ് സംഭവ ദിവസം മുതൽ ഒളിവിലായിരുന്നു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 2010 ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ച് ടി.ജെ. ജോസഫിന്റെ കൈ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ സാവദ് വെട്ടിയത്. കുറ്റകൃത്യം നടന്ന ജൂലൈ 4 സാവദ് ബംഗളൂരിലേക്ക് കടന്നതായി ക്രൈംബ്രാഞ്ച് നിരീക്ഷിച്ചിരുന്നു. എന്നാൽ നീണ്ട 13 വർഷം സാവദിനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സൂചനകളുടെ അടിസ്ഥാനത്തിൽ പിടികൂടാൻ ശ്രമിച്ചിരുന്നെങ്കിലും കണ്ടെത്താനായില്ല. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് സാവദ് കടന്നെന്ന തരത്തിലുള്ള വാർത്തകൾ പടർന്നിരുന്നു. വിദേശ രാജ്യങ്ങളിലടക്കം സാവദിനായി അന്വേഷിക്കുന്നതിനിടയിലാണ് ദേശീയ അന്വേഷണ ഏജൻസി കണ്ണൂരിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. അധ്യാപകന്റെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴുവുമായാണ് സാവദ് അന്ന് ഒളിവിൽ പോയത്. ഇതുവരെയും മഴു കണ്ടെത്താനായിട്ടില്ല. ആക്രമണത്തിനിടയിൽ സാവദിന് പരിക്കേറ്റിരുന്നു. പരിക്കുമായി സാവദ് ആലുവ വരെ എത്തിയതിന് തെളിവുണ്ടെങ്കിലും അവിടെ നിന്ന് എങ്ങോട്ടാണ് നീങ്ങിയതെന്ന് കൂട്ടുപ്രതികൾക്കും അറിയില്ലായിരുന്നു. കേസിലെ കൂട്ടുപ്രതികളുമായി സംഭവശേഷം സാവദ് ബന്ധപ്പെട്ടിരുന്നു.